ഇടുക്കി പൂപ്പാറയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വ്യാപാരികൾ സമരം ആരംഭിച്ചു. കോടതി വിധിയെ തുടർന്ന് പൂപ്പാറ പന്നിയാർ പുഴയോരത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് സമരം. അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതുവരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് വ്യാപാരികളുടെ തീരുമാനം. കോടതി വിധിയെ തുടർന്നാണ് പൂപ്പാറയിലെ 3 ആരാധനാലയങ്ങളും വീടുകളും കടകളും ഉൾപ്പെടെ 56 കയ്യേറ്റങ്ങൾ റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത്. വീടുകളിലെ താമസക്കാർക്ക് തുടരാൻ അനുമതി നൽകിയെങ്കിലും വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടപ്പിച്ചു. പുനരധിവാസ പദ്ധതി നടപ്പാക്കാൻ ജില്ലാ ഗ്രാമപഞ്ചായത്തുകളോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അതുവരെ സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. പൂപ്പാറയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചാണ് പ്രതിഷേധം. ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ഇവിടെ ഇരിക്കുന്ന സാധന സാമഗ്രികൾ വിറ്റ് തീർക്കുന്നതിന് വരെയുള്ള സമയം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പുനരധിവാസ പാക്കേജ് പറഞ്ഞിട്ടുണ്ട്. ആ പുനരധിവാസം വരെയെങ്കിൽ തന്നെയും ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു അനുമതി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള ആവശ്യം. തുടർച്ചയായി സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നാൽ അത് ചെറുകിട വ്യാപാരികളെ വൻ കടക്കിണിയിലാക്കുമെന്ന് ഇവർ പറയുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. അനുകൂല വിധിയുണ്ടായില്ലെങ്കിൽ തുടർ സമരങ്ങൾ നടത്താനാണ് തീരുമാനം. അമൃത ന്യൂസ്, ഇടുക്കി.